എല്ലാവർക്കും വരമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സയൻസ് സിറ്റിയുടെ മുന്നിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കോഴ എന്നൊരു ഗ്രാമത്തിലാണ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. മുന്നോട്ട് നടക്കുമ്പോൾ നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്നും നമുക്ക് സയൻസ് സിറ്റിയിലേക്കുള്ള ടിക്കറ്റും അതുപോലെ തന്നെ 3D തിയേറ്ററിലേക്കുള്ള ടിക്കറ്റും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക് വെറും 30 രൂപയാണ്. നമ്മൾ നടന്ന് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് സയൻസ് സിറ്റിയുടെ എൻട്രൻസ്. സയൻസ് സിറ്റിയിലേക്കുള്ള വഴി അലങ്കരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ മേൽച്ചുവരുകളെല്ലാം അലങ്കരിച്ചിരിക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ ഭൂപടങ്ങളും അവിടെയുള്ള കലാരൂപങ്ങളും വളരെയധികം ചിത്രങ്ങളും കൊണ്ടാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ വിവിധ കലാരൂപങ്ങളും വള്ളംകളി, കഥകളി തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും ഇവയുടെ എല്ലാം ചിത്രങ്ങളും ചേർത്ത് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു മേൽച്ചുവരാണ് ഇവിടെയുള്ളത്. പ്രവേശന കവാടത്തിൻ്റെ ഇരുവശങ്ങളിലുമായി സജീവമായി വരുന്ന ഗാർഡൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഭൂമിയുടെ മാതൃക വളരെ മനോഹരമായി നിർമ്മിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറുവശത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞന്മാരുടെ സ്റ്റാച്യുവും നിർമ്മിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രവേശന കവാടത്തിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് സയൻസ് ഗാലറി ഉള്ളത്. ഇവിടെ 50-ൽ പരം തിയററ്റിക്കൽ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇവിടെയുള്ള 5 പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ബേസ് ചെയ്തിരിക്കുന്നത് വൈദ്യുതിയും കാന്തികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജമ്പിംഗ് ഡിസ്ക്, ലെവിറ്റേറ്റിംഗ് ഡിസ്ക്, റൈസിംഗ് ആർക്ക്, ഗ്രാൻഡഡ് ഷട്ടിൽ ആൻഡ് ക്യൂറി പോയിസ്. ഇത് 5ഉം റിലേറ്റ് ചെയ്തിരിക്കുന്നത് വൈദ്യുതിയും കാന്തിക ബലവും തമ്മിലുള്ള പ്രാക്ടിക്കൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലുള്ളത് ഇരുമ്പ് പൊടിയാണ്. ഇതിൻ്റെ താഴെ കാന്തം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കാന്തത്തിൻ്റെ ആകൃതി ഈ ഇരുമ്പ് പൊടിയിൽ കാണാൻ പറ്റും. ഇതിലിവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുമ്പ് പൊടിയാണ്, ഇതിൻ്റെ ഉള്ളിൽ കാന്തമുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് വെക്കുമ്പോൾ ഈ ഇരുമ്പ് പൊടിയുടെ ആകൃതി അനുസരിച്ച് കാന്തത്തിൻ്റെ ആകൃതിയും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാന്തിക ബലരേഖകൾ ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നതും കാന്തിക ശക്തിയാണ്. ഇതിലെ ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള ചെറിയ മാഗ്നറ്റുകളിൽ വിവിധ തരത്തിലുള്ള കാന്തിക ശക്തികളാണുള്ളത്. അപ്പോൾ ഈ മാഗ്നറ്റ് കറങ്ങുന്നതനുസരിച്ച് അതിൽ ചലന വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. നമ്മളെല്ലാവരും ശബ്ദം കേൾക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് പുറകിലുള്ള സയൻസിനെ കുറിച്ചിട്ടും ഇതിൻ്റെ ചലന രീതികളെ കുറിച്ചിട്ടും നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാം ഒരുപാട് വാദ്യോപകരണങ്ങളിൽ നിന്ന് ശബ്ദങ്ങൾ വരുന്നത് അറിയുന്നുണ്ട്. പക്ഷേ ആ ശബ്ദത്തിന് പിറകിലുള്ള സയൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ ചലന രീതികളെ കുറിച്ചിട്ടും കൂടുതലായിട്ട് അറിയത്തുണ്ടാവില്ല. പക്ഷെ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയും. ഇത് ഫ്ലോട്ട് മിക്സ്. ഒഴുകുന്ന ഒരു പദാർത്ഥമാണ് ദ്രാവകം. അതുപോലെ തന്നെ നമ്മുടെ ദ്രാവകം, വാതകം ഇവയിലുള്ള വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചും അതിന് പുറകിലുള്ള സയൻസിനെ കുറിച്ചുമാണ് ഈ വിഭാഗത്തിൽ പറയുന്നത്.
സയൻസ് സിറ്റി കാണാൻ വരുന്നവർക്കായി സൗകര്യപ്രദമായുള്ളൊരു ഭക്ഷണശാലയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഒരു 3D ആനിമേഷനാണ്. 20 മിനിറ്റോളമാണ് ഇതിൻ്റെ ദൈർഘ്യമുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ആസ്വാദ്യകരമായ രീതിയിലാണ് ഇവരിത് ഒരുക്കിയിരിക്കുന്നത്. Two Americans, Neil Armstrong and Buzz Aldrin, were the first to set foot upon the moon. This is the lunar lander that brought one of the 6 manned Apollo missions to the moon. എമർജിംഗ് ടെക്നോളജി ഈ വിഭാഗത്തിലുള്ളത് ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉള്ളിൽ കാണാം. പോവാം വാ. ഇവിടെ ആദ്യത്തെ സെക്ഷൻ തന്നെ കൃഷിയെക്കുറിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിന്നും നമുക്ക് ആധുനിക കൃഷി രീതികളെക്കുറിച്ചിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. മോഡേൺ മെഡിസിനെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചിട്ടുമുള്ള ഡിസ്പ്ലേകളായിരുന്നു അടുത്ത സെക്ഷനിൽ ഉണ്ടായിരുന്നത്. ടെലി ഹെൽത്തിനെക്കുറിച്ചും ബോഡി മാപ്പിങ്ങിനെക്കുറിച്ചും മെൻ്റൽ ഹെൽത്തിനെക്കുറിച്ചും ഈ വിഭാഗത്തിലുണ്ട്. ഇവിടെ നിന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ചും ഏറ്റവും മികച്ച 10 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സിനെക്കുറിച്ചും റോബോട്ടിക്സിനെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയുള്ളത് എങ്ങനെയാണ് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച പടികളായിട്ടുള്ളതാണ്. വർഷം അനുസരിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്ന 1921 ഒരു ഫസ്റ്റ് റോബോട്ട് എന്നുള്ളൊരു ആശയം വന്നത്. അവിടെ നിന്നും ഇന്ന് ഈ ഒരു സമയം വരെയുള്ള റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ചയെ കുറിക്കുന്ന ഒരു ഇതാണ് ഇവിടെ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ 1G മുതൽ 5G വരെയുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്.
സയൻസ് വിഭാഗത്തിനടുത്ത് തന്നെയായിട്ട് ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഒരു ബയോഡൈവേഴ്സിറ്റി ഗാർഡനും ഡൈനോസർ പാർക്കും കാണാൻ കഴിയും. അതിനോട് ചേർന്ന് തന്നെ അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന പെരിസ്കോപ്പ് മാതൃക ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഡൈനോസർ പാർക്കിൽ നിന്നും മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടതുവശത്തായി കല്ലിൽ നിന്നും സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന രീതിയിലുള്ളൊരു മാതൃക നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ സയൻസ് സിറ്റിയെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. കുട്ടികളും കുടുംബാംഗങ്ങളുമായി നമുക്ക് ഒരു ദിവസം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാനുള്ള മനോഹരമായ കാഴ്ചകൾ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.